ഈ ചെറിയ വളരെ സിമ്പിളായിട്ട് താങ്കൾ പറയുമെങ്കിലും പ്രതിസന്ധികൾ കൊടുങ്കാറ്റ് പോലെ വന്നപ്പോഴും തളരാതെ നിന്ന് പിന്നീട് തിരിച്ചു വന്ന ഒരു മകൻ്റെ അച്ഛനാണ്. അത് താങ്കൾ ഒരു പക്ഷേ നേരിട്ട് കണ്ടിട്ടുണ്ടാകും സഞ്ജു ആ പ്രതിസന്ധി എങ്ങനെ അതിജീവിക്കുന്നു എന്നുള്ളത്. എങ്ങനെയാണ് അത് സഞ്ജു അതിനെ ഒന്ന് അതിജീവിച്ച് വരികയും നമുക്ക് ആ ന്യൂസിലൻഡ് പര്യടനമൊക്കെ ഓർമ്മയുണ്ട്. തുടർച്ചയായി പരാജയങ്ങൾ വരുന്നു. ഇവിടെ കാര്യവേണ്ടത് തന്നെ സഞ്ജുവിൻ്റെ വിഷമം നമ്മൾ കണ്ടതാണ്. അവനെ സംബന്ധിച്ച് അവനിത് വേറെ വല്ല കുട്ടികളെ നിന്നും കളഞ്ഞിട്ട് പോകും. അവനോട് കാണിച്ച നമ്മുടെ അവനെ അവഗണിച്ച രീതികൾ, അവനോട് കാണിച്ച വിഷയങ്ങൾ, അവൻ ഡഗ് ഔട്ടിലിരുന്നിട്ട് മറ്റുള്ളവർ കളിക്കുമ്പം ഇവിടെ ഇരുന്ന് വേവണം. അവൻ്റെ മുഖം കണ്ടാൽ നമുക്ക് മനസ്സിലാവും എന്തോരം അവൻ ഡിസ്റ്റർബായി എന്നുള്ളത്. വേറെ വല്ല മക്കളാണെങ്കിൽ കളഞ്ഞിട്ട് പോകും. ഇപ്പോൾ എന്നോട് പറഞ്ഞ്, ഇപ്പോൾ എൻ്റെ ഭാര്യയോട് വന്ന് പറഞ്ഞിട്ട് പോയി, അച്ഛാ ഞാൻ ഇനി കളിക്കുന്നില്ല, ഞാൻ കളി മതിയാക്കും ഇതോടുകൂടെ. ഏത് സമയത്ത്? ഇപ്പോൾ 2 മാസം മുമ്പ് ഈ ന്യൂസിലൻഡ് ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ അച്ഛാ ഞാൻ മതിയാക്കുന്നു. ന്യൂസിലൻഡ് പര്യടനം പരാജയപ്പെട്ട സമയത്തായിരിക്കാം. അതിന് മുമ്പ്, അതിന് പോണതിന് മുമ്പ് ഈ ഏഷ്യ കപ്പിൽ ഇങ്ങനെയൊക്കെ വന്നില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും 5ാമത് 6ാമത് ഒരു T20 ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റ് 3 സെഞ്ച്വറി ഒരു 3-4 മാസം. അതെ, ഈ 3-4 മാസത്തിൻ്റെയൊക്കെയാണ് ഒരു 3 സെഞ്ച്വറി. അത് കഴിഞ്ഞ് പിന്നെ ഏഷ്യ കപ്പ് വന്നപ്പോൾ അവിടെ അവൻ്റെ പൊസിഷൻ നഷ്ടപ്പെട്ടു. പിന്നെ അങ്ങോട്ടായി ഇങ്ങോട്ടായി 5ാമതായി വെളിയിൽ ഇത്രയും ചെയ്ത ഒരു കൊച്ച് അടുത്ത സീരീസിന് വരുമ്പോൾ അവൻ അതിനകത്ത് ഇല്ല. ഒരു 3 സെഞ്ച്വറി അടിച്ചവൻ അടുത്തൊരു T20 മാച്ച് വരുമ്പോൾ അവൻ അതിനകത്തില്ല. ഞാൻ എന്ത് ചെയ്യും? അതെ, ആരോട് കരയും, ആരോട് സങ്കടം പറയും? അത് കഴിഞ്ഞ് അവനെ കൊണ്ടുവച്ചു ഏഷ്യ കപ്പിൽ അവൻ്റെ പൊസിഷൻ മാറ്റി 5ാമത് 6ാമത് വെളിയിൽ അകത്ത്. എന്നിട്ട് അവനെ കുറ്റം പറയും. ഒരു ഇന്നിങ്സ് നിങ്ങൾ കൊടുത്തു, അവൻ കളിച്ച്. ഇവിടെ ഇന്ത്യ മൊത്തമുള്ള ജനങ്ങൾ, നമ്മുടെ മലയാളികൾ കുറേ പേര് ആവശ്യമില്ലാത്ത കമൻറ്റ്, എൻ്റെ മോൻ PR വർക്ക് ചെയ്തു, എന്നെ അങ്ങനെ ചെയ്തു. പക്ഷേ ആ പ്രശ്നത്തിന് സഞ്ജു അതിജീവിച്ച ഒരു രീതിയുണ്ട്. ഞാൻ മോഹൻലാലിനെ പോലെയാണ്, ഏത് പൊസിഷനിലും ഞാൻ ബാറ്റ് ചെയ്യുമെന്ന് പറഞ്ഞത് ഒരുപക്ഷെ സഞ്ജുവിൻ്റെ ആ ഒരു പ്രശ്നം മറികടക്കാനായിരിക്കും. അത് മറികടക്കാനല്ല, അവൻ ഞങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞു ഞാൻ കളി നിർത്തുന്നു. അപ്പോൾ എന്നോടും എൻ്റെ ഭാര്യയോടും സംസാരിച്ചു, അച്ഛാ അമ്മ ഞാനിതോടുകൂടെ കളി നടത്തുന്നു, ഇനി ഞാൻ കളിക്കുന്നില്ല, എനിക്ക് മതി എന്ന് പറഞ്ഞ കൊച്ചാണ്. ഇപ്പം ന്യൂസിലൻഡിൻ്റെ പര്യടനം കഴിഞ്ഞു. അത് പിന്നെ അതിനുശേഷം ഇന്ത്യൻ ടീം ഉണ്ടാവുമെന്ന് കണ്ടില്ല, വിചാരിച്ചില്ല. വന്നു, പെർഫോം ചെയ്തു, അവസരം കിട്ടി, അവൻ കരുതിക്കൂട്ടി പെർഫോം ചെയ്തു. ഈ പെർഫോമൻസ് അവൻ കരുതിക്കൂട്ടി ചെയ്തതാണ്. പണ്ടത്തതുപോലെ പിള്ളേർ കളിച്ച് പോയില്ല അവൻ. അതെ, അവൻ്റെ ബാറ്റിങ്ങിൽ അവൻ മെച്യൂരിറ്റി കീപ്പ് ചെയ്തു. അവൻ മെച്യൂർഡായിട്ട് ഓരോ ഷോട്ടുകളും, സെലക്റ്റീവ് ഷോട്ടുകൾ. ഇന്നലത്തെ കളിയിൽ പോലും ഫസ്റ്റിൽ 4 ബോൾ ഡിഫെൻഡ് ചെയ്തവൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.